വരുന്നതിന് മുമ്പ് ഇപ്പോൾ സന്ദീപ് ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് സി എസ് സുജാത മറുപടി നൽകണം. അതിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചൊരു കാര്യമുണ്ട്. പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നു, ഇത്തരം വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞു. രസകരമായ ഒറ്റ കാര്യം കൂടി, റിയലൈസേഷൻ നടക്കുന്നില്ല. രസകരമായ ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ്. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ സന്ദീപ്. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഒറ്റ കാര്യം നോക്കൂ, നമ്മൾ ഇപ്പൊ കട്ടിംഗ് സൗത്ത് ഒക്കെ എന്താ പറയണല്ലോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഈ ഇന്ത്യയെ ഇങ്ങനെ മുറിച്ച് കാണിക്കാറുണ്ട്. അതിന് പകരം നിങ്ങൾ ഇന്ത്യയുടെ മധ്യഭാഗത്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നിങ്ങൾ പരിശോധിക്കുക. ലെഫ്റ്റ് സൈഡിൽ കേരളം മുതൽ അങ്ങോട്ട് മുകളിൽ പഞ്ചാബ് വരെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നതാണ്, സാമ്പത്തിക സ്ഥിതിയും പൊതുവെ ഉയർന്നതാണ്. അവിടുന്ന് അധിക തോതിൽ മൈഗ്രേഷൻ ഉണ്ടാകുന്നില്ല. മറിച്ച് ആ രേഖയുടെ മറുവശത്ത് റൈറ്റ് സൈഡിലുള്ള സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ ദാരിദ്ര്യമുള്ളത്. ഈസ്റ്റേൺ സൈഡിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഇത്തവണത്തെ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലെ ഫോക്കസ് ഈസ്റ്റ് ആയിരുന്നു. അതിന് കാരണമുണ്ട്. എന്താ കാരണം? ഓരോ സ്ഥലവും വികസിക്കുന്നത്, ഓരോ പ്രദേശവും വികസിക്കുന്നത് ഒരു മഹാനഗരവുമായി ബന്ധപ്പെട്ടാണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട നഗരം ഏതായിരുന്നു? അത് കൽക്കത്തയായിരുന്നു. ഇന്നത്തെ സംസ്ഥാന ബജറ്റിൽ രസകരമായിട്ടൊരു കാര്യമുണ്ട്. IBMന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ എന്തോ വലിയ സംഭവം കൊണ്ടുവരാൻ പോവുകയാണ്, സാങ്കേതിക വിപ്ലവം നടക്കാൻ പോയെന്ന് പറയുന്നുണ്ട്. ഈ IBMനെ 1980 കൽക്കട്ടയിൽ നിന്ന് എറിഞ്ഞൊടിച്ചവരാണ് CPM-കാർ. അവർ ബാംഗ്ലൂരിൽ വന്ന് തുടങ്ങി. നിങ്ങൾ ആലോചിക്കണം, കൽക്കട്ട എന്ന് പറയുന്ന മഹാനഗരം CPM ഭരിച്ച് നശിപ്പിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഇന്ത്യയിലെ അതിദാരിദ്ര്യവും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ അഭിമുഖീകരിക്കുന്ന മൈഗ്രേഷൻ പ്രശ്നവും. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മറ്റു പല ഘടകങ്ങളും ഉണ്ടാവാം. ഇന്ത്യയിലെ ഞാൻ പറയുന്നത് അല്ല, കേരളം മുഴുവൻ നിങ്ങൾ പഞ്ചാബ് വരെ പരിശോധിച്ചോ? കേരളം മുഴുവൻ പഞ്ചാബ് വരെയുള്ള സംസ്ഥാനങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു രേഖ ഇങ്ങനെ നോക്കിയാൽ മതി. ഏറ്റവും അതിദരിദ്രരുള്ള, ഏറ്റവും കുറച്ച് അതിദരിദ്രരുള്ള സംസ്ഥാനം ഏതാണ്? പരിശോധിച്ചോ നിങ്ങൾ? ഗോവയും ഗോവ രണ്ടാമതാണ്. പരിശോധിച്ചോ? കേരളം ഒന്നാമതാണ്. സംസ്ഥാനങ്ങളിലൊക്കെ താരതമ്യേന ഗോവ ഉൾപ്പെടെ പഞ്ചാബ് ഉൾപ്പെടെ ഒന്നാമതാരാണ്. അല്ല, ഗോവ ഉൾപ്പെടെ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒന്നാമതാരാണെന്ന് പറയുന്നില്ല. ഞാൻ കേരളത്തെ അടക്കമാണല്ലോ പറയുന്നത്. ഒരു പ്രദേശം കേരളം ഒന്നാമതാണ്. CPM-ഉം കോൺഗ്രസും മാറി ഭരിച്ച കേരളം അതിദരിദ്രരെ നിഷ്കാസനം ചെയ്യുന്ന കാര്യത്തിൽ ഒന്നാമതാണ്. അത് സന്ദീപ് വാര്യർ സമ്മതിക്കുന്നുണ്ട്. രണ്ടാമത് ഗോവയാണ്, ഇപ്പോൾ BJP ഭരിക്കുന്ന ഗോവ. ഒരു മിനിറ്റ് അരുൺ ഒരു സെക്കൻഡ്. നിങ്ങൾ ഈ ഡെവലപ്മെന്റ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ വികസനം പറയുന്ന സമയത്ത് മാനവ വിഭവശേഷി പലപ്പോഴും ലോകത്ത് അതൊരു മാനദണ്ഡമാക്കുന്നത് ശരിയല്ല. കാരണം ഉദാഹരണത്തിന് ഞാൻ പറയാം, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, സാമ്പത്തികമായി തകർന്ന രാജ്യങ്ങളിൽ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അത് വളരെ താത്വികമായിട്ടുള്ള വിശകലനമാണ്. അറിയാം. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് CS സുജാതയോട് താങ്കൾ ചോദിച്ച ചോദ്യത്തിലുള്ള മറുപടി കൂടി നമുക്കൊന്ന് കിട്ടണം. You are watching Reporter Evening Show.